ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോക്കറ്റെക് വ്ലോഗ്സ്. ഗൈസ്, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് 59 ചൈനീസ് ആപ്ലിക്കേഷൻസ് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതെന്തിനാ ബാൻ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഈ ആപ്ലിക്കേഷൻസ്, ഈ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള 59 ആപ്ലിക്കേഷൻസും നമ്മുടെ ഇന്ത്യയിലുള്ള സിറ്റിസൻസിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവരെ ഡാറ്റ സ്റ്റോറേജ് ചെയ്യുന്നുണ്ടെന്നും അതുപോലെ തന്നെ ഈ ഒരു ഡാറ്റാസ് ചൈനീസ് സെർവറിലേക്ക് അപ്ലോഡ് ചെയ്ത് വിടുന്നുണ്ടെന്നും ഒരു എന്താ പറയുക, നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അവരത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിലാണ് ഈ ഇത്രയും ആപ്ലിക്കേഷൻസിനെ ബാൻ ചെയ്തിട്ടുള്ളത്. ഒരു നാഷണൽ സെക്യൂരിറ്റി ത്രെറ്റിന്റെ ബേസിസിലാണ് ഇത്രയും ആപ്ലിക്കേഷൻസ് ബാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഇന്ത്യ ചൈന ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് അവിടെ സംസാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കൂടെ വരുന്നത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ വരുന്ന ആപ്ലിക്കേഷൻസ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസും വരുന്നുണ്ട്. ടിക്ടോക്ക്, പിന്നെ അതുപോലെ തന്നെ ഷെയർ ഇറ്റ്, എക്സെൻഡർ, യൂസി ബ്രൗസർ, അങ്ങനെ കുറേ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ഈ ഒരു ലിസ്റ്റിൽ വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നിന്നും എല്ലാ ചൈനീസ് ആപ്സും ബാൻ ചെയ്തിട്ടില്ല. ഓക്കെ, എല്ലാ ആപ്ലിക്കേഷൻസും ബാൻ ചെയ്തിട്ടില്ല. വളരെ കുറച്ച് ഇതുപോലുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതായിട്ടുള്ള കുറച്ച് ആപ്സ് മാത്രമേ അവർ എന്താ പറയുക ബാൻ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ PUBG അതുപോലുള്ള കുറേ ചൈനീസ് ആപ്സ് അതിനൊന്നും പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല. അതൊക്കെ സ്റ്റിൽ ഇപ്പോൾ അലൈവായിട്ട് തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻസ് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോട്ട് അവൈലബിൾ ഇൻ യുവർ റീജിയൻ എന്നൊക്കെയാണ് ഇപ്പോൾ ടിക്ടോക്ക് ഒക്കെ നോക്കിയാൽ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ബാൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിൽ എൻ്റയർ ലിസ്റ്റ് തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ കണ്ട ആപ്ലിക്കേഷൻസ് ആണ് ഇപ്പോൾ നിലവിൽ ബാൻ ആയിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ ലിസ്റ്റിലേക്ക് ആപ്സ് ആഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല. ഇപ്പോൾ ഉള്ള ആപ്ലിക്കേഷൻസിന് കിട്ടിയേക്കുന്ന ബാൻ അത് ടെമ്പററി ആണോ പെർമനന്റ് ആണോ എന്നും കൺഫേം ആക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതെല്ലാം നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നെ അറിയണം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം അത് അൺഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള മൈൻഡിലാണ് നമ്മുടെ ഗവൺമെന്റ് പറയുന്നത്. കാരണം ഒരു സെക്യൂരിറ്റി ത്രെറ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കുക, ഒഴിവാക്കാൻ പറ്റുന്ന ആപ്പാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒഴിവാക്കുക. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻസ് ഒരു ടെമ്പററി ബാൻ അല്ല, പെർമനന്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു ആൾട്ടർനേറ്റീവ്സും കൂടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കും. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാം. അതുകൂടാതെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ബൈ ഗൈസ്.